ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 64 കടൽക്കരയിലെ കിണർ. ഭാഗം 64 കടൽക്കരയിലെ കിണർ ഇവിടെ ആരംഭിക്കുന്നു. ഗുരുദേവൻ ഇടയ്ക്കിടെ സഞ്ചരിക്കുമായിരുന്ന ഒരു സ്ഥലമാണ് കായിക്കര. അവിടുത്തെ കടൽക്കരയിൽ ചക്രവാളത്തിൽ കണ്ണും നട്ട് രാപ്പകൽ ഭേദമില്ലാതെ ചിലപ്പോഴെല്ലാം ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒരു സന്ദർശന വേളയിൽ ചിറയൻകീഴ്, അഞ്ചുതെങ്ങ്, വക്കം, കടയ്ക്കാവൂർ, കായിക്കര തുടങ്ങിയ സ്ഥലങ്ങളിലെ പാവപ്പെട്ട ജനങ്ങൾ വന്ന് ഗുരുദേവനെ നമസ്കരിച്ചു. ദൈവത്തെ ആരാധിക്കുവാനും ബലികർമ്മങ്ങൾ നടത്തുവാനും തങ്ങൾക്കൊരിടം ഉണ്ടാക്കിത്തന്ന് അനുഗ്രഹിക്കണമെന്ന് അവരെല്ലാം അപേക്ഷിച്ചു. കടൽക്കരയ്ക്കടുത്തായി പോളയ്ക്കൽ എന്നൊരു കുടുംബമുണ്ടായിരുന്നു. ഗുരുദേവനോട് വളരെ ഭക്തിയുമുണ്ടായിരുന്നു. ആ കുടുംബക്കാർ കുറച്ച് സ്ഥലം ഒരു ക്ഷേത്രം നിർമ്മിക്കുവാൻ സൗജന്യമായി നൽകുകയുണ്ടായി. അവിടെ ഇടക്കുടി ഗോവിന്ദൻ എന്നൊരാളുടെ ഉത്സാഹത്തിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. 1893 ഗുരുദേവൻ ആ ക്ഷേത്രത്തിൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയുണ്ടായി. ശ്രീ കപാലേശ്വര ക്ഷേത്രം എന്ന് ആ ക്ഷേത്രത്തിന് പേര് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. കടൽ തീരമാകയാൽ ആ പ്രദേശത്തുള്ള കിണറുകളിലെല്ലാം ഉപ്പുരസമുള്ള വെള്ളമാണുണ്ടായിരുന്നത്. അത് ക്ഷേത്രപൂജയ്ക്ക് ഉത്തമമായിരുന്നില്ല. അതിനാൽ ഗുരുദേവൻ ക്ഷേത്രസ്ഥലത്ത് ഒരു പ്രത്യേക ഇടം കാണിച്ചു കൊടുത്തിട്ട് അവിടെ കിണർ കുഴിക്കണമെന്നും അതിൽ നിന്ന് ശുദ്ധജലം കിട്ടുമെന്നും അരുളി ചെയ്തു. ഒട്ടും താമസിയാതെ തന്നെ അവിടെ ക്ഷേത്രം ഉടമസ്ഥർ ഒരു കിണർ കുഴിപ്പിച്ചു. ധാരാളം വെള്ളവും അതിലുണ്ടായി. അതിലെ ജലത്തിന് മാത്രം അല്പം പോലും ഉപ്പുരസമുണ്ടായിരുന്നില്ല. ആ വിവരമറിഞ്ഞ് ദൂരദിക്കുകളിൽ നിന്നുപോലും ജനങ്ങളെത്തി ആ കിണറിലെ വെള്ളം കോരിയെടുത്ത് രുചിച്ചും കുടിച്ചും നോക്കി. അതിൽ ഉപ്പുരസമില്ലാത്തതിൽ അത്ഭുതപ്പെട്ടു. വന്ദിക്കുന്നു പാദം വന്ദിച്ചിടുന്നു ഞാൻ, ഗുരുദേവ തൃപാദം വന്ദിക്കുന്നു. വന്ദിക്കുന്നു പാദം വന്ദിച്ചിടുന്നു ഞാൻ, ഗുരുദേവ തൃപാദം വന്ദിക്കുന്നു. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 64 കടൽക്കരയിലെ കിണർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.